Hello everyone, നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് പൈപ്പ്ലൈൻ ഹസാർഡ്സ്. സോ വാട്ട് ഈസ് പൈപ്പ്ലൈൻ ഹസാർഡ്സ്? എനി കണ്ടീഷൻ ദാറ്റ് കോസസ് എ സ്റ്റോൾ ഇൻ ദ പൈപ്പ്ലൈൻ ഓപ്പറേഷൻസ് ക്യാൻ ബി കോൾഡ് എ ഹസാർഡ്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ലാഗ് സംഭവിക്കുവാണ് എക്സിക്യൂഷനിൽ. നമ്മൾ പൈപ്പ് ലൈനിൽ ഒരു ലാഗും ഇല്ലാതെ ഇങ്ങനെ എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുവാണ് അല്ലേ. അപ്പം എവിടെയെങ്കിലും ഒരു ലാഗ് സംഭവിക്കുകയാണെങ്കിൽ, ഒരു ഡിലേ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് ഹസാർഡ് എന്ന് പറയുന്നത്. അതായത് situations that prevent the next instruction from being executing during its designated clock cycle. അതായത് ഓരോ ഇൻസ്ട്രക്ഷനും ഓരോ ക്ലോക്ക് സൈക്കിളിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഒരു ഇൻസ്ട്രക്ഷൻ തേർഡ് ക്ലോക്ക് സൈക്കിളിൽ എക്സിക്യൂട്ട് ചെയ്തു, അത് ദെൻ അത് റൈറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പൊ അടുത്ത ഇൻസ്ട്രക്ഷൻ അവിടെ എക്സിക്യൂട്ട് ആവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഓരോത്തിനും ഓരോ ക്ലോക്ക് സൈക്കിളിലാണ് അതിന്റെ എക്സിക്യൂഷൻ ഓരോ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷന് ആ പറഞ്ഞിരിക്കുന്ന ക്ലോക്ക് സൈക്കിളിൽ അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് പറയാം അവിടെ ഒരു ഹസാർഡ് ഉണ്ടായി. ദാറ്റ് ഈസ് പൈപ്പ് ലൈൻ ഹസാർഡ് എന്ന് നമ്മൾക്ക് പറയാം. അതായത് എന്തെങ്കിലും ഒരു ഡിലേ അല്ലെങ്കിൽ ലാഗ് ഉണ്ടായി ആ ഒരു എക്സിക്യൂഷനിൽ, പൈപ്പ് ലൈനിൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടായെങ്കിൽ നമ്മൾക്ക് ലാഗ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് എക്സിക്യൂഷൻ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷന്റെ ആ ഡെസിഗ്നേറ്റഡ് ക്ലോക്ക് സൈക്കിൾ നടന്നില്ലെങ്കിൽ നമ്മൾക്ക് പറയാം പൈപ്പ് ലൈൻ ഹസാർഡ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് 3 തരം ഹസാർഡ് നമുക്ക് പഠിക്കാറുണ്ട്. അതായത് ഡേറ്റ ഹസാർഡ് ഉണ്ട്, സ്ട്രക്ചറൽ ഹസാർഡ് ഉണ്ട്, ദെൻ കൺട്രോൾ ഹസാർഡ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾക്ക് ഡേറ്റ ഹസാർഡ് എന്താന്ന് നോക്കാം. സോ വളരെ സിമ്പിൾ ആണ് ഡേറ്റ ഹസാർഡ്. ആ ടേമിൽ നിന്ന് നമ്മൾക്ക് പറയാം ഡേറ്റ ഹസാർഡ് എന്ന് പറയുമ്പോൾ ഡേറ്റയുടെ അവൈലബിലിറ്റി, ആ ഡേറ്റ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് വരുന്ന ഒരു ഹസാർഡ് ആണ് ഡേറ്റ ഹസാർഡ്. അതായത് ഡേറ്റ അവൈലബിൾ അല്ലാത്തത് മൂലം ഉണ്ടാകുന്ന ഹസാർഡ് ആണ്, ഒരു പൈപ്പ് ലൈൻ സ്റ്റോളിനെയാണ് നമ്മൾ ഡേറ്റ ഹസാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, a data hazard is a situation in which the pipeline is stalled because the data to be operated on are delayed for some reason. അതായത് നമ്മൾക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഡേറ്റ നമ്മൾ കിട്ടാതെ അവിടെ ഒരു ഡിലേ സംഭവിച്ചു. ആ ഒരു ഡേറ്റ കിട്ടാതെ നമ്മൾക്ക് ഒരു സ്റ്റോൾ സംഭവിക്കുകയാണെങ്കിൽ ആ ഡേറ്റയുടെ മൂലമുള്ള ഡിലേ ആണ് പൈപ്പ് ലൈനിന്റെ എക്സിക്യൂഷന്, പൈപ്പ് ലൈനിലുള്ള ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷന് ഡേറ്റ കിട്ടാത്തപ്പോൾ ഉണ്ടാകുന്ന ഡിലേനെ നമ്മൾ ഡേറ്റ ഹസാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഡെഫിനിഷൻ പറയാം. ഇറ്റ് ഈസ് എനി കണ്ടീഷൻ ഇൻ വിച്ച് എയ്തർ ദ സോഴ്സ് ഓർ ദ ഡെസ്റ്റിനേഷൻ ഓപ്പറന്റ് ആർ നോട്ട് അവൈലബിൾ അറ്റ് ദ ടൈം എക്സ്പെക്ടഡ് ഇൻ ദ പൈപ്പ് ലൈൻ. അതായത് ഒന്നെങ്കിൽ സോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഓപ്പറന്റിന് നമ്മൾക്ക് എപ്പോഴാണോ പൈപ്പ് ലൈൻ അതിനെ വേണം എന്ന് ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നമ്മൾക്ക് അവരെ കിട്ടത്തില്ല. അങ്ങനെ വരുമ്പം എന്താണ് ഒരു സ്റ്റോൾ പൈപ്പ് ലൈൻ ഒരു ഡിലേ അവിടെ ലാഗ് ഉണ്ടാവും ഓപ്പറേഷനിൽ എക്സിക്യൂഷനിൽ. അപ്പൊ അതിനെ നമ്മൾക്ക് പറയാം ഡേറ്റ ഹസാർഡ്. കാരണം എന്താണ്, ഡേറ്റയുടെ അവൈലബിലിറ്റി അല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഡേറ്റ അവൈലബിൾ അല്ലാത്തതുകൊണ്ട്. ഓക്കെ, സോ നമ്മൾക്ക് അതിനെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ലുക്ക് ദിസ് എക്സാമ്പിൾ. ഇത് ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അതായത് 3 + എയുടെ വാല്യൂ ഇവിടെ A5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമലി നമ്മൾക്ക് ഈ രണ്ട് ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾക്ക് അറിയാം. എങ്ങനെയാണ് 5A=5 ആണ് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾക്ക് 5 + 3 ആ വാല്യൂ നമ്മൾ ഈ എയിൽ സ്റ്റോർ ചെയ്യും. ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് ഈ എയിൽ ആ വാല്യൂ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഈ 4 × A എന്ന് പറഞ്ഞ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് ആ വാല്യൂ ബിയിൽ സ്റ്റോർ ചെയ്യും. ഇവിടെ ഈ എയിലെ വാല്യൂ എന്താണ്, ഈ രജിസ്റ്റർ എയിൽ സ്റ്റോർ ചെയ്ത വാല്യൂ ആണ് ഇവിടെ കിട്ടേണ്ടത് അല്ലേ. അതായത് നമ്മൾക്ക് ഈ 5 + 3 എത്രയാണ്, 8 വരും. ആ 8 ആണ് ഈ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്. ആ 8 വേണം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ. അങ്ങനെയാണ് നോർമൽ എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മളിപ്പോ പൈപ്പ് ലൈനിൽ നോക്കുവാണെങ്കിൽ എങ്ങനെ പൈപ്പ് ലൈൻ ഈ ഒരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ആവുകയാണ് ചെയ്യുന്നത്. എവിടെ, പൈപ്പ് ലൈൻ. നോർമൽ പൈപ്പ് ലൈൻ നിങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് അറിയാം ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഡീകോഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡീകോഡ് ആകുമ്പം എന്താണ്, ഈ എയുടെ വാല്യൂ ഫെച്ച് ചെയ്യുന്നത് ഈ വാല്യൂ ആണ് അല്ലേ. ഈ A=5 ഫെച്ച് ചെയ്യത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ. അപ്പൊ നമ്മൾക്ക് എന്താ റോങ് റിസൾട്ട് ആണ് വരുന്നത്. നമ്മൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് നമ്മൾക്ക് ഈ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടിയ എയുടെ വാല്യൂ വേണം നമ്മൾക്ക് ഇവിടെ വരാൻ. അപ്പൊ അത് എപ്പോഴേ വരത്തുള്ളൂ, നമ്മളെ എക്സിക്യൂഷൻ ഈ ഒരു ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് അത് ഫൈനലി രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്താൽ മാത്രമേ ഈ എയുടെ വാല്യൂ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തുള്ളൂ.
അപ്പൊ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. സോ അപ്പം നമ്മൾക്ക് എന്താ ഒരു ഡിലേ ഉണ്ടാവുന്നു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനിൽ, അല്ലെ? ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡിലേ ഉണ്ടാവുന്നു. അപ്പം നമുക്ക് പറയാം ഈ ഇവിടെ എന്താ ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ ഈ രണ്ട് ഇൻസ്ട്രക്ഷൻ നമ്മൾക്ക് പൈപ്പ് ലൈനിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഡേറ്റ ഹസാർഡ് ഉണ്ടാവുന്നു എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾക്ക് ഈ ഒരു ഫിഗറിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഡേറ്റ ഹസാർഡ് സംഭവിക്കുന്നതെന്ന് നമ്മൾക്ക് ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഈ ഒരു ഫിഗർ എക്സ്പ്ലനേഷൻ കഴിയുമ്പോൾ. അപ്പൊ നമ്മൾക്ക് ഈ ഒരു ഫിഗർ ഞാൻ വരച്ചേക്കുന്നത് ഈ രണ്ട് എക്സാമ്പിളിൽ എടുത്താണ് ഞാൻ ഈ ഒരു ഫിഗർ ഞാൻ വരച്ചിരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ രണ്ടും നോക്കുക. മൾട്ടിപ്ലൈ ചെയ്യുക R2 R3 ആൻഡ് ഫൈനലി നമ്മൾ റിസൾട്ട് R4ൽ സ്റ്റോർ ചെയ്യും. അടുത്ത ഓപ്പറന്റ് ആഡ് ആണ്. R5 R4 ആഡ് ചെയ്യുക, ഫൈനലി R6 സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇത് രണ്ടും ചെയ്തപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? യെസ്, നമ്മളിവിടെ നോക്കൂ, ഈ രണ്ട് ഇൻസ്ട്രക്ഷനിലും R4 ഉണ്ട്, അല്ലേ? ഇവിടെ ഈ ഒരു ഇൻസ്ട്രക്ഷന്റെ ഫൈനൽ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആണ് R4. അപ്പം നമ്മൾക്ക് എന്താണ് അത് ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം. അതേപോലെ എന്താണ് ആ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ R4നെ നമ്മൾ ഇവിടെ സോഴ്സ് രജിസ്റ്റർ അല്ലെ, സോഴ്സ് ഓപ്പറന്റ് ആയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഡെസ്റ്റിനേഷനെ നമ്മൾ അപ്പുറത്ത് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്തു. അപ്പൊ നമ്മൾക്ക് എന്തായാലും ഡേറ്റ ഡിപെൻഡൻസി അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ആ ഒരു എക്സിക്യൂഷൻ നമ്മൾക്ക് ഈ ഒരു ഫിഗർ വരെ നോക്കാം. അപ്പം ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾക്കറിയാം, മൾട്ടിപ്ലൈ എന്ന ഇൻസ്ട്രക്ഷനെ ഞാൻ ഫെച്ച് ചെയ്തു. F1 ആ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തു. സെക്കൻഡ് ക്ലോക്ക് സൈക്കിൾ അതിനെ ഡീകോഡ് ചെയ്തു. തേർഡിൽ അയാൾ എക്സിക്യൂട്ട് ചെയ്തു. ഫോർത്തിൽ അതിനെ റൈറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾക്കറിയാം ഒരു ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുമ്പോൾ ഫെച്ച് യൂണിറ്റ് ഫ്രീ ആയതുകൊണ്ട് അടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തു. ഫെച്ച് യൂണിറ്റ് F2നെ ഫെച്ച് ചെയ്തു. ഇയാളോട് ഡീകോഡ് ചെയ്യുക ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പം അടുത്തത് ആ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡീകോഡ് യൂണിറ്റ് ഫ്രീ ആയതുകൊണ്ട് I2നെ അടുത്ത ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്തു. അപ്പം ഡീകോഡ് ചെയ്തപ്പം അയാളോ ഫെച്ച് ചെയ്ത ഓപ്പറന്റ് എന്ന് പറയുന്നത് റോങ് ആണ്. കാരണം നമ്മൾക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ R4 എന്ന് പറയുന്നത് ഫൈനലി എക്സിക്യൂട്ട് ചെയ്ത് അതിന്റെ റിസൾട്ട് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്താൽ മാത്രമേ എനിക്ക് R4ന്റെ റിസൾട്ട് ഫെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയാകുമ്പം ഇവിടെ നമ്മൾ ഡീകോഡ് ചെയ്തപ്പോൾ ഫെച്ച് ചെയ്ത R4ന്റെ വാല്യൂ റോങ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഡേറ്റ നമ്മൾ കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ നമ്മൾ കറക്റ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അവിടെ ഈ റൈറ്റ് ഓപ്പറേഷൻ കഴിയുന്നവരെ നമ്മൾ അവിടെ പൈപ്പ് ലൈൻ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റോള് സംഭവിച്ചു, പൈപ്പ് ലൈനിന്റെ സ്റ്റോളിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുന്ന ഒരു ഓപ്പറേഷൻ നടക്കുന്നില്ല അവിടെ, കാരണം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും അതിനെ ഡീകോഡ് ചെയ്ത് ആ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ R4ന്റെ കറക്റ്റ് വാല്യൂ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റേജ് മാത്രം കറക്റ്റ് വാല്യൂ എനിക്ക് ഇവിടുന്ന് കിട്ടത്തുള്ളൂ. അന്നേരം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്ത് പിന്നെ അതിനെ റൈറ്റ് ചെയ്തു. ഓക്കെ, അതേപോലെ അടുത്ത ഇൻസ്ട്രക്ഷൻ ഇയാളെ ഡീകോഡ് ചെയ്യുമ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഡീകോഡിങ് എപ്പോഴാണ് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയത്? ഈ ഒരു ക്ലോക്ക് സൈക്കിളിലാണ് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയത്. സോ അത്രയും നേരം ഡീകോഡ് യൂണിറ്റിൽ ആളുണ്ടായിരുന്നേ, അതുകൊണ്ട് ഡീകോഡ് യൂണിറ്റ് ഫ്രീ അല്ല, അതുകൊണ്ട് അത്രയും സ്റ്റോളിങ് രണ്ട് ക്ലോക്ക് സൈക്കിൾ സ്റ്റോൾ ഇവിടെയും ഉണ്ടായി. ഓക്കെ, എന്നിട്ട് ഇവിടെ എപ്പോഴാണോ ഈ I2 എക്സിക്യൂട്ട് ചെയ്തത് അപ്പോഴാണ് ഇവിടെ ഡീകോഡിങ് സംഭവിച്ചത്. ബാക്കി അതേമാതിരി നോർമൽ കേസ് പോകുന്ന മാതിരി പോകും. അതായത് നമ്മൾക്ക് ഡേറ്റ ഡിപ്പെൻഡൻസി ഉണ്ട്, അങ്ങനെയുള്ള R4ന്റെ വാല്യൂ അടുത്ത ഇൻസ്ട്രക്ഷന് വേണം. അതായത് ഡേറ്റ ഡിപ്പെൻഡൻസി ഉണ്ട്, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന കേസിൽ ഡേറ്റ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഹസാർഡ് വരും, ഡേറ്റ ഹസാർഡ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫസ്റ്റ് ഇൻസ്ട്രക്ഷന് റിസൾട്ട് റൈറ്റ് സ്റ്റേജ് കഴിഞ്ഞാലേ എനിക്ക് ഫെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് വേണം എനിക്ക് ഒന്നും കൂടി ഈ I2നെ ഡീകോഡ് ചെയ്ത് ആ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ എടുത്ത് പിന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡേറ്റ ഹസാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മറ്റൊരു ഇൻസ്ട്രക്ഷൻ നോക്കൂ. ഈ ഒരു ഇൻസ്ട്രക്ഷൻ A5 × Z എന്ന് പറയുന്ന വാല്യൂ എന്താണോ നമ്മൾ അതിന്റെ എയിൽ കയറി ഓപ്പറേഷൻ പെർഫോം ചെയ്ത് ഫൈനൽ റിസൾട്ട് എയിൽ സ്റ്റോർ ചെയ്യും. അതുപോലെ 20+C മറ്റൊരു ഇൻസ്ട്രക്ഷൻ B എന്ന് പറയുന്നത് 20+C. അപ്പൊ 20+C ആ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് ഫൈനലി നമ്മൾ ബിയിൽ സ്റ്റോർ ചെയ്യും. ഇവിടെ ഡേറ്റ ഡിപ്പെൻഡൻസി ഉണ്ടോ? ഇല്ല. കാരണം C എന്ന് പറയുമ്പോൾ വേറെ ഏതോ ഒരു വാല്യൂ, ആ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി, അല്ലേ? അപ്പൊ ഡേറ്റ ഡിപ്പെൻഡൻസി ഇല്ല ഇവിടെ. പക്ഷെ ഇവിടെ ഒരു ഹസാർഡും ഉണ്ടാകത്തില്ല, അല്ലേ? ഡേറ്റ ഹസാർഡിന്റെ ആവശ്യം ഉണ്ടോ? ഇവിടെ ഇല്ല. പൈപ്പ് ലൈനിൽ നോർമലായിട്ട് ഇവിടെ എക്സിക്യൂഷൻ നടക്കും.
ഓക്കെ. പക്ഷെ മറ്റൊരു എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഡേറ്റ ഡിപ്പെൻഡൻസി ഉണ്ടായി. കാരണം ഈ R4 നമ്മൾക്ക് ഈ രണ്ട് ഓപ്പറേഷനും പെർഫോം ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫൈനലി നമുക്ക് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിട്ട് ആഫ്റ്റർ റൈറ്റിംഗ് അല്ലെ, ആഫ്റ്റർ റൈറ്റിംഗ് നമ്മൾ റൈറ്റ് സെഗ്മെന്റിൽ കയറി കഴിഞ്ഞിട്ട് എനിക്ക് ഇതിന്റെ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്ക് അത്രയും സമയം ഈ ഇൻസ്ട്രക്ഷൻ വെയിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, വെയിറ്റ് ചെയ്തിരിക്കാതെ ഉടനെ ഡീകോഡ് ചെയ്ത് ഈ ഒരു ഡീകോഡ് ഫേസ് ചെയ്യും. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്പറന്റ് ഫെച്ച് ചെയ്യാൻ പറ്റത്തില്ല, വാല്യൂ ഓപ്പറന്റ് ഫെച്ച് ചെയ്യാൻ പറ്റത്തില്ല, റോങ് ആയിരിക്കും.